പണ്ട് ഇവിടങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. മറ്റേ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോ അവർ ഒരു ചെക്ക് ഡാം പോലെ ആയിരുന്നു എന്ന് പറയുന്നു. നല്ല പനിയായിട്ട് പോലും ഞാനൊരു തൊപ്പിയൊക്കെ വെച്ച് ഇത് കാണാൻ വേണ്ടി മാത്രം ഇറങ്ങിയേക്കാണ്. പോകുന്ന വഴി ഫുള്ള് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഫുള്ള് ചെളിയായിട്ട് കിടക്കുവാണ്. അപ്പം വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ പോവാ. രണ്ട് സൈഡും വെള്ളം മതിയെന്ന് ഞാൻ പറഞ്ഞില്ല അന്ന്. ഞങ്ങളങ്ങനെ ചാർലിക്കുളത്തിലെത്തി. പക്ഷെ ഇത്ര നാൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടും ഇത്ര അധികം വെള്ളമുള്ളത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ രണ്ട് സൈഡും നിറയെ ഈക്വൽ ആയിട്ട് വെള്ളമായിരിക്കാണ്. അപ്പൊ ഞാൻ മുൻപൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് സൈഡും വെള്ളം വരും അന്നേരം വീഡിയോ ഇടാന്ന്. അപ്പൊ അത്രയും വെള്ളമാണ് ഇപ്പൊ അയക്കുന്നത്. അപ്പം ഇനി അടുത്ത സമയങ്ങളിൽ വരുന്നവർക്ക് ഈ വെള്ളമൊക്കെ കാണാൻ പറ്റും. അവർക്കും ഈ ചെറിയ കുളമാണെന്ന്. പക്ഷേ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നല്ല പനിയായിട്ട് പോലും ഞാനൊരു തൊപ്പിയൊക്കെ വെച്ച് ഇത് കാണാൻ വേണ്ടി മാത്രം ഇറങ്ങിയേക്കാണ്. അപ്പൊ നിങ്ങൾ ഓർത്തോണം എനിക്ക് എല്ലാ പ്രാന്താന്നുള്ളത്. എന്നെ ടീച്ചർ വേണ്ട ആസ്വദിച്ച് അവിടെ വരെ നിന്നിട്ടുണ്ട്. കുടയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെള്ളത്തിലൊക്കെ ഇറങ്ങുവാണ്. കുറച്ചുകൂടെ കഴിയുമ്പം ഇവിടെയും കൂടെ നിറഞ്ഞ് ഇങ്ങോട്ട് വെള്ളം ഒഴുകും. കാണാൻ നല്ല രസം എന്ന് വെച്ചാൽ ഈ വഴി ഏകദേശം ഫുള്ള് വെള്ളമായിരിക്കും. അത്രയും ഭംഗിയായിരിക്കും. അതിന് ഇച്ചിരൂടെ കഴിയുമ്പോഴേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത് തന്നെ കാണാനൊരു അടിപൊളി ലുക്കാണ്. നല്ല നല്ല രസമാണ്. തണുപ്പത്തായാലും നടക്കാനും വെള്ളം മഴ വരുന്നുണ്ട്, അടുത്ത മഴ വരുന്നുണ്ട്. കുട എടുക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് ഇവിടങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. മറ്റേ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോ അവർ ഒരു ചെക്ക് ഡാം പോലെ ആയിരുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോ നാളെ അങ്ങനെ അല്ലെന്നും പറഞ്ഞ് എന്നെ ഒരു പൊങ്കാല ഇടാനൊന്നും വന്നേക്കണ്ട്. ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവരുടെ വിനോദത്തിന് വരുമ്പോഴത്തേന് ചെറിയ ബോട്ടുകളോ വെള്ളമൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറിയില്ല ശരിയാണെന്ന്. പക്ഷെ വെള്ളം കണ്ടപ്പോൾ പണ്ടത്തെ മഴ എന്ന് പറയുമ്പോ ഇതിന്റെ ഇരട്ടി മഴയാണ്. അപ്പൊ ഈ വെള്ളം ഒന്നും ആയിരിക്കില്ല അപ്പൊ ഉണ്ടാവുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും അത് ചെക്കിടാൻ പോലെ ആയിരുന്നു എന്നുള്ളത്. ഇന്ന് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ എന്നും പറഞ്ഞ് വന്നതാണ്. അപ്പൊ നിലവിൽ രണ്ടുപേരും ഉള്ളായിരുന്നു. അപ്പൊ അതാണ്ട് നമ്മുടെ വേറൊരു യൂട്യൂബറാണ്, ഹൈ റേഞ്ച് ക്രിയേഷൻ എന്നും പറഞ്ഞു, ആ മഞ്ഞ കോട്ടിട്ട് നിൽക്കുന്ന ആൾ. പുള്ളി 24/7 ഇവിടെ തന്നെ ഉണ്ട്. ഹലോ, ഞങ്ങള് വെള്ളം വരുന്നതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഫുൾ ടൈം ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ പരിപാടി തന്നെ പോവാന്ന് പറയുന്നു. അടുത്ത പ്രൊമോഷൻ വീഡിയോക്കുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പാമ്പനാറിന് പോവാണ്, തിരക്കാണെന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഞങ്ങളുടെ വീഡിയോസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ അത് തന്നെ എടുക്കാൻ പോവാണ്. ഗൈസ്, ഈ മഴ ഞങ്ങളെ കുട പിടിക്കാതിരിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കുട എടുത്തിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. വീണ്ടും മഴ പെയ്തിരിക്കണം. അപ്പൊ ഞങ്ങൾ പിന്നെ വീണ്ടും കുട എടുത്ത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു, മഴയെ തോപ്പിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്.